കേരള പോലീസിനെ വെല്ലുവിളിച്ച് ഇൻസ്റ്റാ സ്റ്റോറികൾ മാറ്റിയിട്ട് കളിക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി. എവർ ഹെഡ് എബൌട്ട് ആനപ്പക എന്ന സ്റ്റോറി മാറ്റി. ഷാജൻ സ്കറിയെ വധിക്കാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ കൊല്ലപ്പള്ളി CPM സംരക്ഷണയിൽ വീമ്പ് പറയുന്നതിനിടയിലാണ് പോലീസിനെ വെല്ലുവിളിക്കുന്ന വിവരം മറുനാടൻ വാർത്തയാക്കിയത്. ഇതോടെ ആകെ വിരണ്ട കൊല്ലപ്പള്ളി പഴയ സ്റ്റോറി തന്നെ വീണ്ടും ഇടുകയായിരുന്നു. ആ പഴയ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്ന ഓഡിയോയ്ക്ക് പ്രത്യേകതയുണ്ട്. നാം ചോട്ടാ ഹൈ ലേക്കിൻ സൗണ്ട് ബഡാ ഹൈ എന്ന പുഷ്പ 2വിലെ ഡയലോഗാണ് കൊല്ലപ്പള്ളിക്ക് പ്രിയം. പേര് ചെറുതാണെങ്കിലും ശബ്ദം വലുതാണെന്ന് കൊല്ലപ്പള്ളി പറയുന്നു. അതായത് കണ്ടാൽ പാവം എന്ന് തോന്നുമെങ്കിലും ആള് പുലിയാണെന്നാണ് വധശ്രമക്കേസ് പ്രതി പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് പറയുന്നത്. രാവിലെ 9 മണിയോടെയാണ് എവർ ഹെഡ് എബൌട്ട് ആനപ്പക എന്ന ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടത്. ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. ഷാജൻ സ്കറിയെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ മോഡലിൽ ഏറ്റെടുക്കുകയാണ് ഈ സർക്കാർ കോൺട്രാക്ടർ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുകയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ സുശീൽ ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ഹിറ്റായ ഫൈനൽ ബാറ്റിൽ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ സ്റ്റോറി. കണ്ണൂർ സ്ക്വാഡ് കൊലക്കേസ് പ്രതിയെ പിടിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ്. തന്നെ പറ്റുമെങ്കിൽ പിടിക്കാൻ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. സർക്കാർ കോൺട്രാക്ടർ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന MLA ഹോസ്റ്റലിലെ CPM നേതാക്കളുടെ മുറികളിലെ സ്ഥിരം സന്ദർശകനാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. ഇയാൾ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിയെന്നും സൂചനകളുണ്ട്. CPM ഒരുക്കിയ സംരക്ഷണത്തിന്റെ മറവിൽ കൊല്ലപ്പള്ളി ആറാടുകയാണ്. പോലീസാകട്ടെ കൊല്ലപ്പള്ളി എവിടെയെന്നറിയാതെ വട്ടം ചുറ്റുകയും ചെയ്തു. കൊല്ലപ്പള്ളി ഷാജൻ സ്കറിയെ ആക്രമിച്ചതിന് പ്രതിരോധം തീർക്കാൻ സോഷ്യൽ മീഡിയയിൽ CPM സൈബർ ആർമിയും തീവ്രയത്നത്തിലാണ്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് വിശദ പരിശോധന നടത്തി. ഇതിനൊപ്പം മറ്റു പ്രതികളുടെ വീട്ടിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തുക അസാധ്യമായി. ഇതിനിടയിലാണ് പോലീസിനെ വെല്ലുവിളിച്ചുള്ള ഇൻസ്റ്റാ സ്റ്റോറി. FIR വിവരങ്ങൾ പുറത്തു വന്നതോടെ വധശ്രമക്കേസ് ഇയാൾക്കെതിരെ ചുമത്തിയെന്ന് വ്യക്തമായി. ഇതിനു ശേഷവും തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന തരത്തിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പിന്തുണയുടെ മറവിൽ എല്ലാം അട്ടിമറിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. മുമ്പും ഇത്തരത്തിൽ തനിക്കെതിരായ കേസുകൾ ഇയാൾ അട്ടിമറിച്ചിട്ടുണ്ട്. ഷാജൻ സ്കറിയക്കെതിരായ കേസും അങ്ങനെ ആകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇയാളുടെ ഇൻസ്റ്റാ സ്റ്റോറിയും. ഇൻസ്റ്റയിലേക്ക് ആ സ്റ്റോറി വന്ന സമയം മനസ്സിലാക്കിയാൽ ഇയാൾ ഒളിച്ചിരിക്കുന്ന ഇടവും കണ്ടെത്താം. FIRൽ ഗുരുതര വകുപ്പുകൾ ഉണ്ടെങ്കിലും അന്വേഷണം അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയാണ് സ്റ്റോറിയിൽ നിഴലിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരൻ ആയതോടെ മുതലാളി ഭാവത്തിൽ MLA ഹോസ്റ്റലിൽ സ്ഥിരമായി എത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിത്താവളമാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഷാജൻ സ്കറിയക്കെതിരായ ആക്രമണത്തിലെ DYFI ഗൂഢാലോചന പുറത്തു വന്നിരുന്നു. മനോരമയടക്കം ഇത് വാർത്തയാക്കുകയും ചെയ്തു. DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാജൻ സ്കറിയ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TN നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു ആക്രമണം. മുതലക്കുളത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ മറ്റൊരു ധാർ വന്നിടിച്ചു. തുടർന്ന് കാർ നിർത്തിയ ഷാജൻ സ്കറിയെ കാറിനുള്ളിൽ വച്ച് തന്നെ 4 സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു. മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു അദ്ദേഹം. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി. DYFI പ്രവർത്തകരായ 4 പേരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ SHO പറഞ്ഞു. ഷാജൻ സ്കറിയ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനു പിന്നിൽ വ്യക്തമായ ആസൂത്രണം നടന്നു. ക്വാറി നടത്തുന്ന വാട്ടർ അതോറിറ്റി കരാറുകാരനെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്.